റഹീസ് ഇപ്പോൾ ബീച്ച് വരെ ഓടിയതാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ച ഗൗരവതരമെന്ന CPIM സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായാണ് റഹീസ് റഷീദ് വീണ്ടും എത്തുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി. തിരുത്തൽ പ്രവർത്തനങ്ങൾ വൈകിയാൽ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടിയായിരിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. തൃശൂരിലെ ബി.ജെ.പി വിജയത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ MV ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു വീണ്ടും. റഹീസ് റഷീദ്, വെൽക്കം ബാക്ക്. നേരത്തെ ഓടി തളർന്നോ, വ്യായാമം പോരെ എന്നൊക്കെ തോന്നിപ്പോയി. ഞാനും സാനിയയും അതേക്കുറിച്ചൊന്ന് സംസാരിക്കുകയായിരുന്നു. സത്യമാണ് അത്. നിങ്ങൾ സംസാരിച്ചതും അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആ കിതപ്പ് പോയിട്ടില്ല. നമ്മൾ വിഷ്വലിൽ കാണുന്ന കുറച്ച് സമയം അവരോട് 2-3 മിനിറ്റ് നടക്കുന്നതാണ്. പക്ഷേ അത് എടുക്കാൻ വേണ്ടി അവർ നടക്കുന്നതിനൊപ്പം നടന്ന് പി രാജീവിനെ ഒരു രക്ഷയില്ല. ഇളമരക്കരിയും പിന്നെ കുറച്ച് വീക്കാന്ന് അറിഞ്ഞിട്ട് പതുക്കെ നടന്നു. രാജീവ് അങ്ങ് പോവായിരുന്നു. അപ്പോൾ വ്യായാമം ശീലമാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അല്ലെങ്കിൽ ഇവർക്കൊപ്പം ഓടിപ്പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് നാട്ടുകാരേണ്ട മോശമല്ലേ? തിരിച്ചറിവുകളാണല്ലോ ഓരോന്നിതൊക്കെ. ഓക്കെ, അപ്പോൾ CPIM ഒരു തിരിച്ചറിവുണ്ടാകുന്നു. പാർട്ടി വോട്ടുകൾ ബി.ജെ.പിക്ക് മറിയുന്നു എന്ന റിപ്പോർട്ടിൽ തന്നെ വരികയാണല്ലോ. എന്താണ് ഉള്ളടക്കം? പാർട്ടിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന കാര്യങ്ങൾ പറയുന്ന സ്ഥലത്താണ് ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ വളർച്ചയെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. ബി.ജെ.പി വളർച്ച അസൂയപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ച സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് CPIMൻ്റെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. രാഷ്ട്രീയമായി പുറത്ത് UDF വോട്ടുകൾ പോയി, അല്ലെങ്കിൽ UDF വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയത് കൊണ്ട് വിജയിച്ചതാണ് എന്ന രാഷ്ട്രീയ പ്രതിരോധം നടക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടി വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയൊരവസ്ഥ തൃശ്ശൂരിലടക്കം ഉണ്ട്. അത് തൃശ്ശൂരിൻ്റെ മാത്രം കാര്യമല്ല. പാർട്ടി കോട്ടകളെന്ന് അറിയപ്പെടുന്ന, പരമ്പരാഗതമായി ബി.ജെ.പിക്ക് ഒരു കാലത്തും കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തു പോലും അവർ അവിടെ സ്പേസ് ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഒരു തിരിച്ചറിവുണ്ടാകി അതിവേഗത്തിലുള്ള മറുപണിയെടുത്തില്ലെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പാർട്ടിക്ക് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നു. ഏതാണ്ട് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇളമരം കരീമും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള സമീപനമാണ്. അദ്ദേഹം പാർട്ടി വോട്ട് ബി.ജെ.പിക്ക് പോയി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അനുഭാവികളുടെ വോട്ട് ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും പോയി. 2019 പോയി. നമുക്ക് പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച അതീവ ഗൗരവത്തോടെ പാർട്ടി കാണുകയാണ്. അതിന്റെ തുടർ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു റഹീസ് റഷീദ്. ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ.